നമസ്കാരം, എഡുഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന പരീക്ഷയുടെ ചോദ്യവും ഉത്തരവുമാണ് വായിക്കുന്നത്. അപ്പോൾ ഖാദി ബോർഡ് LDCയുടെ ആൻസർ കീ ആണ്. ഒന്നാമത്തെ ചോദ്യം, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത്. ഓപ്ഷൻ സി ആണ് നിഴലുറങ്ങുന്ന വഴികൾ. ബാക്കിയെല്ലാം നമ്മുടെ സേതുവിൻ്റെ കൃതികളാണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം. ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് 23 മൂന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ബി TK മാധവനാണ്. നാലാമത്തെ ചോദ്യം, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ സി ആണ് സ്വാമി വിവേകാനന്ദനാണ്. അഞ്ചാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതിയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. പത്രാധിപരല്ല ചോദിച്ചത്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയല്ല ചോദിച്ചത്, സ്ഥാപകനാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് അദ്ദേഹം പറഞ്ഞതല്ല. ബാക്കി വെണ്ണീച ഭരണം പറഞ്ഞത് അദ്ദേഹമാണ്. സമപന്തി ഭോജനം, അതുപോലെ തന്നെ സമത്വ സമാജം, ഈ 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. വരാത്തത് ഏതാണ്? 3 മാത്രമാണ്. ഓപ്ഷൻ എ ആണ് ശരി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ ഡി ആണ് ശ്രീ യു ഷറഫലിയാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ലാൻഡറിലെ പെലോഡുകളാണ് ചോദിച്ചത്. പെടാത്തത് ഓപ്ഷൻ ബി ഷെയ്പ്പാണ്. ഒമ്പതാമത്തെ ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നെല്ലെന്ന കൃതിക്ക് P വത്സലയ്ക്കാണ്. പത്താമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് EMS നമ്പൂതിരിപ്പാടാണ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. ഓപ്ഷൻ എ 1853 ബോംബെ ടു താനെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാർഖണ്ഡിലെ ചാറിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 13ാമത്തെ ചോദ്യം, 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല. ഓപ്ഷൻ ബി റൂർക്കേല അയൺ ആൻഡ് സ്റ്റീലാണ്. നമ്മുടെ റഷ്യയുടെ സഹായത്തോടു കൂടി വന്നതാണ്. 14ാമത്തെ ചോദ്യം, കരിമ്പ് ഉൽപ്പാദനത്തിന് 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശാണ്. 15ാമത്തെ ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഏതാണ്? NW3 ആണ്. ദേശീയ ജലപാത 3 ആണ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പങ്കിടുന്ന രാജ്യം ഓപ്ഷൻ സി ആണ് അഫ്ഗാനിസ്ഥാനാണ്. 17ാമത്തെ ചോദ്യം, യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകരാരാണ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധിജിയാണ്. 18ാമത്തെ ചോദ്യം, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? പുനഃസ്ഥാപന ശേഷിയുണ്ട്, ചെലവ് കുറവാണ്, ശുഷ്കരമായിക്കൊണ്ടിരിക്കുന്നു, പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകാറില്ല. ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ശുഷ്കരമായിക്കൊണ്ടിരിക്കുന്നു. 19ാമത്തെ ചോദ്യം, ഉപദ്വീപ് നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി. 1465 കിലോമീറ്ററുള്ള ഓപ്ഷൻ ഡി ഗോദാവരി നദിയാണ് ഉപദ്വീപ് നദികളിൽ ഏറ്റവും വലിയ നദി. 20ാമത്തെ ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ശരിയാണ്. ഡെൽറ്റ രൂപീകരിക്കുന്നു. തെറ്റാണ്. അത് പൂർവ്വതീരത്തിലാണ്. താരതമ്യേന വീതി കുറവാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ഇപ്പോൾ 2ഉം 3ഉമാണ് എന്താണ്? പ്രസ്താവനകളിൽ ബന്ധമില്ലാത്ത. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 21ാമത്തെ ചോദ്യം, ദേശീയഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോറാണ്. 22ാമത്തെ ചോദ്യം, ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ്? നമുക്കറിയാം 1896 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 23ാമത്തെ ചോദ്യം, ദേശീയ പതാകകളുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് 3:2 ആണ്. 24ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഏതാണ്? 1993 ഒക്ടോബർ 12. 25ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഓപ്ഷൻ സി ആണ് 2005 ഒക്ടോബർ. ഓപ്ഷൻ സി അല്ല, 2006 അല്ല, 2005 ഒക്ടോബർ 12. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഓപ്ഷൻ ഡി അനുച്ഛേദം 21 27ാമത്തെ ചോദ്യം, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഏതാണ്?
ഓപ്ഷൻ എ ആണ് ദേവനാഗരി ലിപിയിലാണ്. 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ദേശീയ മൃഗം ഏതാണ് ഇന്ത്യയുടേത്? കടുവയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 29ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് 21A, പ്രാഥമിക വിദ്യാഭ്യാസം. 30ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഓപ്ഷൻ ബി ആണ് 4A ആണ്. 31ാമത്തെ ചോദ്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 32ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന തകർച്ചയെ വെളിപ്പെടുത്തിയ ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി ദാദാഭായ് നവറോജിയാണ്. 33ാമത്തെ ചോദ്യം, സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവാരാണ്? ആരാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. 34ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികാധുനികവൽക്കരണത്തിനായി സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി? ഓപ്ഷൻ ഡി ആണ് ദാമോദർ വാലി പദ്ധതി. 35ാമത്തെ ചോദ്യം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ റൗലറ്റ് ആക്ട്. 36ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി ഇടുക്കിയാണ്. 37ാമത്തെ ചോദ്യം, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? ഓപ്ഷൻ ബി PT ഉഷ. 38ാമത്തെ ചോദ്യം, കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 2017. 39ാമത്തെ ചോദ്യം, കേരള നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി ആണ് കബനിയുടെ പോഷക നദിയായ പാമ്പാറാണ്. 40ാമത്തെ ചോദ്യം, പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ്? ഓപ്ഷൻ സി ആണ് ഭാരതപ്പുഴ. 41ാമത്തെ ചോദ്യം, 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരള വനിത? ഓപ്ഷൻ ബി ആണ് നഞ്ചിയമ്മയാണ്. 42ാമത്തെ ചോദ്യം, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ഡി ആണ് ഇടുക്കിയാണ്. 43ാമത്തെ ചോദ്യം, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം? ഓപ്ഷൻ ഡി ആണ് ഇരവികുളം ദേശീയോദ്യാനമാണ്. 44ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ എ വേമ്പനാട് കായൽ. 45ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണെന്ന് അറിയാം. ഓപ്ഷൻ ബി താലൂക്ക് നെയ്യാറ്റിൻകര. 46ാമത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? ഓപ്ഷൻ ഡി ആണ് അയ്യങ്കാളിയാണ്. 1907 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? ഉത്തരം ഓപ്ഷൻ ബി ആണ് അരുവിപ്പുറമാണ്. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. 48ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം? 1721 ഏപ്രിൽ 15 നടന്ന ആറ്റിങ്ങൽ കലാപമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 49ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്നത്? 1924 മാർച്ച് 30. ഓപ്ഷൻ എ ആണ് ഉത്തരം. 50ാമത്തെ ചോദ്യം, ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം സ്ഥാപിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ സി ആണ് അരയ സമാജമാണ്. ആര്യ സമാജം ആരുടെയാണ്? ദയാനന്ദ സരസ്വതിയുടെയാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി അരയ സമാജമാണ്.